പുതിയ ഒരു വർഷത്തിന് ആരംഭം കുറിക്കുന്നു. ഇന്ന് ജനുവരി 1, 2026. ഒന്നാം ദിനം അനുഗ്രഹമാവട്ടെ. വെൽ ബിഗൺ ഇസ് ഹാഫ് ഡൺ എന്ന് പറഞ്ഞതുപോലെ ഇന്നത്തെ ദിവസം നന്മയുടെ ദിനങ്ങളായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഹാപ്പി ന്യൂ ഇയർ. ഒരു വചനം കേട്ട് ആരംഭിച്ചാലോ? ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായം 6-ാം വാക്യം. അവൻ ഈ ഉപമ പറഞ്ഞു: ഒരുവൻ മുന്തിരിത്തോട്ടത്തിൽ ഒരു അത്തിവൃക്ഷം നട്ടുപിടിപ്പിച്ചു. അതിൽ പഴമുണ്ടോ എന്ന് നോക്കാൻ അവൻ വന്നു, എന്നാൽ ഒന്നും കണ്ടില്ല. ഒരുവൻ മുന്തിരിത്തോട്ടത്തിൻ്റെ നടുവിൽ ഒരു അത്തിവൃക്ഷം നട്ടുപിടിപ്പിച്ചു. മുന്തിരിത്തോട്ടത്തിൻ്റെ നടുവിലാണ് അത്തിവൃക്ഷം നട്ടുപിടിപ്പിച്ചിരിക്കുന്നത്. ഞാനൊരത്തിയാണെങ്കിൽ, നീ ഒരത്തിയാണെങ്കിൽ നിന്നെ നട്ടുപിടിപ്പിച്ചിരിക്കുന്ന മുന്തിരിയുടെ തോട്ടത്തിൻ്റെ നടുവിലാണ്. എന്താ മുന്തിരിയുടെ പ്രത്യേകത? ഒരുപാട് സംരക്ഷണം വേണ്ട, കെയർ വേണ്ട, കരുതൽ വേണ്ട ഒരു വൃക്ഷമാണ്, ഒരു ചെടിയാണ് മുന്തിരി. ഈ മുന്തിരിത്തോട്ടത്തിൻ്റെ നടുവിൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് പരിചരിച്ച് വളർത്തിയെടുത്ത മുന്തിരിച്ചെടികളാണിത്. അശ്രദ്ധ ഇതിൻ്റെ മേലുണ്ടായിട്ടില്ല. ഒരുപാട് ഉറക്കളച്ചിട്ടുണ്ട്, ഒരുപാട് വെള്ളം കോരിയിട്ടുണ്ട്, ഒരുപാട് വെള്ളവും വളവും ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരുപാട് കാത്തിരിപ്പ് ഇതിന് പിന്നിലുണ്ട്, വെയിൽ കൊണ്ടിട്ടുണ്ട്. ഇതിന് പിന്നിൽ ഒരുപാട് അധ്വാനം ഞാനും ചിലരും ചെയ്തിട്ടുണ്ട് എന്നത് ഓർത്തെടുക്കണം. അപ്പോൾ ഈ കർഷകൻ പറയുകയാണ്, ഈ മുന്തിരിത്തോട്ടം പൊടുന്നനെ ഉണ്ടായതല്ല, എങ്ങനെ പൊട്ടിമുളച്ചതല്ല, ഒരു പിടി അധ്വാനത്തിൻ്റെ ആകത്തുകയാണ് ഈ മുന്തിരിത്തോട്ടം. അതിൻ്റെ ഒത്ത നടുവിലാണ് നിന്നെ നട്ടുപിടിപ്പിച്ചിരിക്കുന്നത് എന്നർത്ഥം. ഇത്രയും സംരക്ഷണത്തിൻ്റെ കരുതലിൻ്റെ ഭിത്തിയുടെ നടുവിലാണ് ഞാനും നീയും നടപ്പെട്ടിരിക്കുന്നത്. സ്വർഗം നിന്നെ നട്ടിരിക്കുന്നത് ഈ മുന്തിരിത്തോട്ടത്തിന് നടുവിലാണ്. ഇത്രയും കരുതൽ സമ്മാനിച്ചിട്ടുള്ള മുന്തിരിയുടെ നടുവിൽ, ഒത്ത നടുവിൽ, മർമ്മ ഹൃദയത്ത് നിന്നെ നട്ടുപിടിപ്പിച്ചെങ്കിൽ നീ എത്രമാത്രം സ്വർഗത്തിന് പ്രിയപ്പെട്ടതാണ് എന്ന് ദൈവവൈതലെ ഓർക്കണം. അത്രമാത്രം നടുവിൽ നട്ടപ്പെട്ട അത്തിവൃക്ഷത്തിൽ ഫലങ്ങളില്ല എന്ന് കാണുമ്പോൾ സ്വർഗത്തിന് തേങ്ങലുണ്ടാവുകയാണ്. ഇതൊരു സാധ്യതയാണ്. ഒരു വർഷത്തിൻ്റെ ആരംഭത്തിൽ നിൽക്കുമ്പോൾ, ഒരു യാത്രയ്ക്ക് വേണ്ടി, ഒരു വർഷം നീണ്ടു നിൽക്കുന്ന യാത്രയ്ക്ക് വേണ്ടി നാം പുറപ്പെടുകയാണ്. ഈ യാത്രയുടെ സായാഹ്നത്തിൽ 2026 അവസാനിക്കുമ്പോൾ സ്വർഗത്തിൻ്റെ വേദനയുടെ തേങ്ങലിൻ്റെ വിഷയമായി ഞാനും നിങ്ങളും മാറ്റപ്പെടരുത്. അന്ന് ഈ അത്തിവൃക്ഷത്തേക്ക് നോക്കിയതുപോലെ ഞാനാകുന്ന വൃക്ഷത്തിലേക്കും ജീവിതത്തിലേക്കും നോക്കുമ്പോൾ ഫലമില്ലാത്തൊരു ജീവിതമായി എൻ്റെ പേരും ഈ അത്തിയോട് ചേർത്ത് എഴുതപ്പെടാതിരിക്കാൻ ഒരു മുൻകരുതലായി, ഓർമ്മപ്പെടുത്തലായി ഈ സുവിശേഷ ഭാഗം കാണണം. നിന്നെ ഒരുപാട് സ്വർഗം സ്നേഹിക്കുന്നു. അതുകൊണ്ടാണ് ഈ മുന്തിരിയുടെ നടുവിൽ നിന്നെ ദൈവം നട്ടുപിടിപ്പിച്ചിരിക്കുന്നത്. ഒരുപാട് സ്നേഹം സ്വർഗത്തിന് നിന്നെക്കുറിച്ചുണ്ട്. മറക്കരുത്. ഗോഡ് ലവ്സ് യു. ഹാപ്പി ന്യൂ ഇയർ. ആമേൻ.